മൂഴിയാർ ഡാം തുറക്കുന്നത് മുന്നൊരുക്കങ്ങൾ പാലിക്കാതെയെന്ന ആക്ഷേപം. ഡാം തുറക്കുന്നതിനായുള്ള ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഡാം തുറക്കുന്നതിന് മുന്നോടിയായി അലാറം നൽകിയില്ലെന്നും പ്രത്യേക അനൗൺസ്മെന്റുകൾ ഉണ്ടായില്ലെന്നും പരാതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിലും വീഴ്ച സംഭവിച്ചു. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ശ്യാമിലി, അതായത് മൂഴിയാർ ഡാം തുറക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ, മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം ഓറഞ്ച് ബുക്ക് ഈ ഡാം തുറക്കുന്നതിന് മുന്നോടിയായി പാലിക്കപ്പെടേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഉൾപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ പറയുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതായത് ഓറഞ്ച് ബുക്കിൽ പറയുന്നത് പോലെ ഈ ഡാം തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അലാം നൽകണം. അതുപോലെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകണം. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് മുൻപ് തന്നെ ഈ അനൗൺസ്മെന്റുകൾ ഈ ഭാഗത്തെല്ലാം നടത്തണം. അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെ ആളുകളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. മൂഴിയാർ ഡാം തുറന്നതാണ് ഏറ്റവും പ്രധാനമായും റാന്നിയിലടക്കം വലിയ തരത്തിലുള്ള വെള്ളം കയറാൻ കാരണമായത്. അതായത് മണിയാർ ഡാം, മൂഴിയാർ ഡാം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മണിയാർ ഡാമിന്റെ ഷട്ടറുകളുടെ നിർമ്മാണ പ്രവൃത്തി വളരെ കാലം കൊണ്ട് തന്നെ നടക്കുകയാണ്. അത് അവിടെ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഒരു സാധ്യത ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ മൂഴിയാർ ഡാം കൂടി തുറന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ, ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇവ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ അതിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്നും പൂർണ്ണമായും മാറി താമസിക്കാനുള്ള ഒരു സമയം ലഭിച്ചില്ല. അവർക്ക് പൂർണ്ണമായും അവിടെ നിന്നും മാറി മറ്റൊരു സുരക്ഷിത ഇടത്തേക്ക് മാറാനുള്ള അവസരം അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായില്ല എന്നാണ് നിലവിൽ അവിടെയുള്ള ആളുകളടക്കം പറയുന്നത്. പ്രാദേശികമായി ഇത് ബാധിച്ചിട്ടുള്ള ആളുകളടക്കം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നേരത്തെ മുൻകൂട്ടി ഇത് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ മൂഴിയാർ ഡാമുമായി അല്ലെങ്കിൽ അത് തുറന്നു വിട്ടാൽ ബാധിക്കുന്ന പ്രദേശത്തെ തീരപ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപൊക്കെ ഡാം തുറക്കുന്ന ഘട്ടത്തിൽ വളരെ നേരത്തെ തന്നെ അതിനു വേണ്ടുന്ന യോഗങ്ങൾ കൂടി, അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി, അതിനു വേണ്ടുന്ന ഉത്തരവുകൾ നൽകി ആണ് അത്തരത്തിൽ ഡാമുകൾ തുറക്കാറുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഉത്തരവുകൾ ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. പക്ഷേ ഈ പ്രളയക്കെടുതി അല്ലെങ്കിൽ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട്, ഈ മൂഴിയാർ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ പോലും ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രീരാജ് തുടരുക.